ഓഹോ, നീയായിരുന്നോ? എന്തിനാണാവോ എഴുന്നള്ളത്ത്? എന്താണ് ഒരു പുതിയ കാര്യമല്ലെന്ന്. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് വേണ്ടി അവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് ആക്രമിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ജനങ്ങളുണ്ടായിരുന്നില്ലേ? ആ ടിപ്പു സുൽത്താൻ മലയാളികൾക്ക് കേരളീയർക്ക് വേണ്ടപ്പെട്ട ആളാണ്. ശരിയല്ല മാവാ, ശരിയല്ലെന്ന്. എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ആ ശരിയാ പറയുന്നത്. ആർക്കറിയാം? സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? എന്തുവാടേ ഇത്? ഞാൻ പൊതുവെ ഒരു തത്വം പറഞ്ഞല്ലേ. ഇയാൾ കൂടെ തത്വം ഒന്നും പറയണ്ട, മര്യാദക്ക് അവിടെ കാണാൻ പോയിരുന്നേ. പേരിലാണ് അതൊക്കെ നിൽക്കുന്നത്. ആർക്കാണൊക്കെ ഇവരൊക്കെ എങ്ങനെയൊക്കെ രാഷ്ട്രീയം, ഇവരൊക്കെ എങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തെത്തി എങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുക? ഇവിടെ കാണുമ്പോ ഒന്ന്, ഗൾഫ് പോകുമ്പോ വേറെ ഒന്ന്, ഇവർക്ക് വേറെ പണിക്ക് പോയിക്കൂടെ? നാട്ടുകാർ എന്താണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഈ ചർച്ചകൾ ഈ രീതിയിൽ ഇങ്ങനെ പൊടിപൊടിക്കുമ്പോൾ ബത്തേരിക്കാർക്ക് എന്താണ് അഭിപ്രായം? ബത്തേരിയുടെ പേര് മാറ്റണം എന്നാണോ അതോ പേര് മാറ്റണ്ട എന്നാണോ? നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യം പട്ടിണി പാവങ്ങൾ പട്ടിണി വാർത്ത, സാധാരണ ജനങ്ങൾക്ക് മോഷണം കിട്ടുക, ജാതിമത വർഗീയത ഒഴിവാക്കുക, ഇന്ത്യയിൽ ജനിച്ച എല്ലാവരെയും ഒരേ രീതി കാണുക. അതിനുള്ള വല്ല മാർഗം ഉണ്ടോ എന്നുള്ളത് ഇവർ ആരായിട്ടില്ല. പേര് മാറ്റലൊക്കെ പിന്നെ ആകാം. ക്ലീൻ സിറ്റി, ഫ്ലവർ സിറ്റി, ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സുൽത്താൻ ബത്തേരി, അങ്ങനെ എല്ലാം കൊണ്ടും ഈ ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടും ഐക്യത്തോടും കൊണ്ടുപോകുന്ന ഈ നാടിനെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇത്തരം പ്രസ്ഥാനം ഇറക്കിയത്. അദ്ദേഹം ഇവിടെ ജയിക്കില്ല, ജയത്തിന്റെ അടുത്ത് പോയി എത്തില്ല. 3ാം സ്ഥാനത്താണ് ശ്രീ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ പറയുന്ന ഒരു വാക്കിനും പേരുമാറ്റത്തിനും ഒരു വിലയും നിലയുമില്ല. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോഴേ ചിലപ്പോൾ വരും. അനുഭവിക്കണ്ടൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ നാരായണ. എന്നാ പിന്നെ ഇവിടെ നിന്ന് കറങ്ങണ്ട, എല്ലാരും പൊയ്ക്കോ. സമയമാകുമ്പോ ഞാൻ വിവരം അറിയിക്കാം. ഓക്കെ, പിന്നെ കാണാം. ശരി.